അധികാരം ഇല്ലാതിരിക്കുമ്പോൾ തന്നെ മുസ്ലിം ലീഗുകാരും UDFകാരുമൊക്കെ ഇടതുപക്ഷ കുടുംബങ്ങളോട് കാണിക്കുന്ന അനീതിയും അക്രമവും ഒന്ന് കാണണേ. LDF സ്ഥാനാർത്ഥിക്ക് കെട്ടിവെക്കുവാൻ പണം നൽകിയ കുടുംബത്തിന് നേരെ ലീഗ് ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. 9 പ്രവർത്തകർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. സംഭവം നടക്കുന്നത് കോഴിക്കോട് പുതുപ്പാടിയിലാണ്. LDF സ്ഥാനാർത്ഥിക്ക് തിരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാൻ പണം നൽകിയ കുടുംബത്തിന് നേരെ ലീഗ് അഴിച്ചുവിട്ട ആക്രമണം അത് നിങ്ങൾ കാണണം, കണ്ടിരിക്കണം. കാര്യം ഇവരുടെ ഗുണ്ടാ പ്രവർത്തനം എത്രത്തോളം വലുതാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം. അധികാരമില്ലാഞ്ഞിട്ട് ഇവന്മാർ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ ഇങ്ങനെയാണ്. ആ കുടുംബം എന്ത് തെറ്റാണ് ഇവരോട് ചെയ്തത്? ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് തിരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാൻ പണം നൽകി സഹായിച്ചതോ? അതാണോ ഇവർ ചെയ്ത വലിയ തെറ്റായി ഇവർ കാണുന്നത്? അതിനെതിരെ മുസ്ലിം ലീഗിലെ നേതാക്കന്മാരും അണികളും പ്രവർത്തിക്കുന്ന രീതി നിങ്ങൾ കണ്ടില്ലേ? തെറി വിളിക്കുന്നു, അതുപോലെ തന്നെ ആ കുടുംബത്തിന് നേരെ ആക്രമണം അഴിച്ചുവിടുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, ആ വീഡിയോയ്ക്കുള്ളിലെ ശബ്ദങ്ങളിൽ നമുക്ക് വ്യക്തമാണ് ഇവർ ആക്രമിക്കാൻ ചെല്ലുന്ന കുടുംബത്തിൽ കുട്ടികളും സ്ത്രീകളുമുണ്ട്. അതുപോലും വകവയ്ക്കാതെയാണ് ഈ മുസ്ലിം ലീഗിൻ്റെ കൊടിയ ചെറ്റത്തരം അവർ കോഴിക്കോട് പുറത്ത് കാണിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഇവരുടെ ശരിക്കുള്ള സ്വഭാവം, മനോനില എത്രത്തോളം വൈകൃതമാണെന്നുള്ള സത്യമാണ് ഇതിൽ നിന്നും പുറത്തു വരുന്നത്.